ഇന്ത്യയുടെ ആകാശത്ത് പറക്കുന്ന ഓരോ യുദ്ധവിമാനവും നമ്മുടെ ഇന്ത്യയുടെ തന്നെ ശക്തി എടുത്തു കാണിക്കുന്ന ഒന്നാണ്. ശരിക്കും ആ ശക്തിയുടെ പിന്നിൽ ആരാണ്? എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ആ പേര് രാജ്യത്ത് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊരു സാധാരണ കമ്പനിയെ കുറിച്ചല്ല പറയുന്നത്, ഇന്ത്യയുടെ അഭിമാനത്തെ കുറിച്ചാണ് പറയുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഒരൊറ്റ പേര്, HAL അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. സ്വന്തമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ, പുതിയ പദ്ധതികൾ, ലോകം ഇന്ത്യയെ പുതിയ രീതിയിൽ കാണാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. ഈ മാറ്റങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ മുഴങ്ങി കേൾക്കുന്ന ഒരു പേരാണ് HAL. 1940 തുടങ്ങിയ ഒരു യാത്ര. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ തന്നെ തലയെടുപ്പായി മാറിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ ഏറ്റെടുത്ത HAL ഇന്ത്യയുടെ വ്യോമശക്തിയുടെ അടിത്തറ പണിത് കഴിഞ്ഞു. പരിശീലന വിമാനങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. HALന്റെ വളർച്ച ഇന്ത്യയുടെ ശക്തിയുടെ വളർച്ച തന്നെയാണ്. HALന്റെ ഏറ്റവും വലിയ അഭിമാനമായ HAL തേജസ്, അതെ, നമ്മുടെ തേജസ് യുദ്ധവിമാനം ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ യുദ്ധവിമാനം ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ശക്തി കേന്ദ്രമായി മാറുകയാണ്. അതുപോലെ തന്നെ HAL ധ്രുവ് ഹെലികോപ്റ്റർ, HAL പ്രചന്ദ് ഹെലികോപ്റ്റർ ഇവയെല്ലാം ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യയുടെ തെളിവുകളാണ്. ഇത് വെറും നിർമ്മാണമല്ല, നമുക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തിന്റെ വലിയൊരു തെളിവ് തന്നെയാണ്. ഇപ്പോൾ HAL വീണ്ടും വാർത്തകളിൽ നിറയാൻ കാരണമുണ്ട്. വലിയ ഓർഡറുകൾ, നിർമ്മാണ വേഗത, മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിൽപ്പന സാധ്യതകൾ ഇവയൊക്കെ കൊണ്ട് ഇപ്പോൾ HAL വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. തേജസ് Mk1A പദ്ധതിക്ക് വേഗം കൂടുകയാണ്. ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ HAL ഭാവിയിലെ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCA പദ്ധതിയിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എഞ്ചിൻ വികസനം, ഡ്രോൺ സഹായം, പരിപാലന സംവിധാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇതൊരു കമ്പനി വളർച്ച മാത്രമല്ല, ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ് കൂടിയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ശക്തമാവുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഓരോ യുദ്ധവിമാനത്തിനും പിന്നിൽ വിദേശ ആശ്രയം വലിയ രീതിയിൽ കുറയും എന്നതാണ്. ഓരോ ഹെലികോപ്റ്ററിന് പിന്നിലും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ ഉയർന്നു തന്നെ നിൽക്കും. ഇത് രാജ്യത്തിന്റെ സുരക്ഷ മാത്രമല്ല, ഇന്ത്യയുടെ മാനവും ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഇന്ന് ലോകം ഇന്ത്യയെ ഒരു പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി കാണാൻ തുടങ്ങിയത് HAL പോലെയുള്ള സ്ഥാപനങ്ങളാൽ തന്നെയാണ്. ഇന്ന് HAL ഒരു കമ്പനി മാത്രമല്ല, ഒരു സ്വപ്നമാണ്, ഒരു ശക്തിയാണ്. ഇന്ത്യയുടെ ആകാശത്ത് പറക്കുന്ന ഓരോ വിമാനവും ഒരു സന്ദേശമാണ് അറിയിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യം, നമ്മുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശക്തി. നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്നതാണ്.